എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞാൽ, അതായത് 23-ാം തീയതി റിസൾട്ട് വരും. റിസൾട്ട് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇത്തവണ 70.05% വോട്ടാണ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2021 അപേക്ഷിച്ച് 5% കുറവാണ്. 2021 ഷാഫി പറമ്പിൽ വിജയിച്ച ഈ ശ്രീധരൻ ഇഞ്ചോടിഞ്ച് പോരാടിയ ആ മത്സരത്തിൽ 75 വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ 5% വോട്ടിംഗ് കുറവാണ്. ഇത്തവണ BJP ക്യാമ്പ് ആവേശത്തിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം മികച്ച പോളിംഗ് ആയിരുന്നു. അവരുടെ BJP ശക്തി കേന്ദ്രങ്ങളായ പല കേന്ദ്രങ്ങളിലും അവർ വോട്ടെടുപ്പ് വളരെ മികച്ച വോട്ടിംഗ് ആയിരുന്നു. നേരെ മറിച്ച് CPM-നും കോൺഗ്രസിനും സ്വാധീനമുള്ള മേഖലകൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതാണ് BJP ജയിക്കും എന്ന് ഇലക്ഷന് ശേഷം പല പല യൂട്യൂബ് ചാനലുകളും പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വെക്കുന്നത്. CPM ഇത്തവണ കോൺഗ്രസിന് വോട്ട് മറിക്കില്ല എന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു. അതായത് മിക്കവാറും അത് അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി CPM എന്തിന് വോട്ട് മറിക്കുന്നു എന്നുള്ളൊരു ചോദ്യം സഖാക്കന്മാർക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് CPM-ന്റെ കേഡർ വോട്ടുകളും CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുത്തിയത് CPM-ന് തന്നെയാണ്. അങ്ങനെയാണ് ഒരു ത്രികോണ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ പല ആൾക്കാരും ഷാഫി പറമ്പിലിന് CPM-ന്റെ ആൾക്കാർ വോട്ട് മറച്ചത് കൊണ്ടാണ് ഈ ശ്രീധരൻ തോറ്റത്. ഇത്തവണ അങ്ങനെ ഇല്ല. ഈ ശ്രീധരൻ ഷാഫി പറമ്പിൽ ജയിച്ചത് 3000 ചില്ലാനും വോട്ടിനാണ്. ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് CPM വോട്ട് മറിക്കില്ല. CPM ഇത്തവണ വോട്ട് മറിച്ചില്ല. ആ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ CPM വോട്ട് മറിച്ചില്ല. എല്ലാ വോട്ടും അവരുടെ കേഡർ വോട്ടുകളൊക്കെ സരിഞ്ഞു പോയി. അത് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വാർത്ത സൃഷ്ടിച്ചത് സന്ദീപ് വാര്യറായിരുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് സ്വിച്ച് ചെയ്തു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് സ്വിച്ച് ചെയ്തു. അതുമാത്രമല്ല, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മോദിയെയും RSSനെയൊക്കെ തെറി പറഞ്ഞ്, അതായത് ഇവിടെ കേരളത്തിൽ ഒരു സുഡാപ്പി പോലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചില്ല. അദ്ദേഹം പാണക്കാട്ട് പോയി അവിടെ ചായ സൽക്കാരത്തിൽ അവിടെ ഒരു സീറ്റ് കിട്ടി എന്ന് പറഞ്ഞ്, പാണക്കാട് എനിക്കൊരു സീറ്റ് തന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്, എൻ്റെ ജീവിതത്തിൽ ധന്യമായ നിമിഷമാണ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുമാത്രമല്ല മോദിയും അമിത്ഷായൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപഠിക്കണം, കുഞ്ഞാലിക്കുട്ടിയെ മാതൃക വെക്കണം എന്നൊക്കെ പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രോളായിരുന്നു. നമുക്കറിയാം, ഭീമൻ്റെ BJP വിട്ടിട്ട് CPM-ൽ പോയപ്പോൾ അദ്ദേഹത്തിന് പല ചെയ്തികളും സോഷ്യൽ മീഡിയ ട്രോളായിരുന്നു. അതായത് പിണറായി വിജയൻ പ്രസംഗം കഴിയുന്നവരെ ഭീമൻ്റെ നിന്നതും പിണറായി എൻ്റെ അച്ഛൻ്റെ മാതിരിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ട്രോളായിരുന്നു. പക്ഷേ ഈ ഭീമൻ്റെ കാണിച്ചൊരു മര്യാദ സന്ദീപ് വാര്യർ കാണിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീമൻ്റെ BJP വിട്ടു, CPM-ൽ ചേക്കേറി. ഭീമൻ്റെ പറഞ്ഞു, എനിക്ക് ഇവരുടെ ആശയമായി ഐഡിയോളജിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്മാറി. ഒരു ആക്ഷേപമോ അങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകളോ ഒന്നും ഭീമൻ്റെ ഉപയോഗിച്ചില്ല. നേരെ മറിച്ച് സന്ദീപ് താൻ എന്താണോ പറഞ്ഞത്, താൻ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ അതിവികൃതമായി, അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി എന്നാണ് BJP വിശേഷിപ്പിച്ചത്. RSSനും BJP ഒക്കെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതായത് അത് മാത്രമല്ല, സന്ദീപ് സമസ്തയും ലീഗിനെയും പോലുള്ള തീവ്രവാദ സംഘടനയെ പുകഴ്ത്തി പറയാൻ കേരളത്തിലെ ആരും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സന്ദീപ് അവരെ പുകഴ്ത്താൻ, അത്തരം വാക്കുകളാണ് സന്ദീപ് അവരെ പുകഴ്ത്താൻ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ട്രോള് തന്നെ സന്ദീപ് അലി തങ്ങൾ എന്നാണ്. അതിരിക്കുകയാണ്, ഞാൻ ലീഗിനും ഈ തങ്ങൾ പാണക്കാട്ടിന് ആൾക്കാർക്കൊക്കെ വഴങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്ന ഒരു മെസ്സേജാണ് സന്ദീപ് വാര്യർ അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും സോഷ്യൽ മീഡിയ ട്രോള് കൊണ്ട് നിറയാണ്. ഇദ്ദേഹത്തെ ട്രോളി ശരിക്കും പല ആൾക്കാരും ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി. അതായത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയത് ഈ ലീഗിനൊക്കെ ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അത്രയ്ക്ക് അങ്ങനെയാണ് സന്ദീപ് വാര്യർ ലീഗിനെയും പല മുസ്ലിം നേതാക്കളെയും പൊക്കിയടിക്കുന്നത്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ ട്രോളാണ്. അവന്മാരോട് വെറുപ്പാണോ? സന്ദീപ് വാര്യരോടുള്ള വെറുപ്പ് പോകുന്നത് ആ ആരാണോ പുകഴ്ത്തിയടിക്കുന്നത് അവരോടാണ് വെറുപ്പ് പോകുന്നത്. അത് കേരളത്തിൽ ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ട്രോൾ മെറ്റീരിയലായി മാറിയിട്ടുണ്ട് സന്ദീപ് വാര്യർ. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോകുന്നതിന് മുന്നേ ഒരുപാട് നാടകങ്ങൾ കളിച്ചു. അതായത് നമുക്കറിയാം, സന്ദീപ് വാര്യർ CPM-ൽ ചേരും, CPI-ൽ ചേരും എന്നൊക്കെ ഒരുപാട് ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയായിരുന്നു സന്ദീപിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് ക്യാമ്പയിനായിരുന്നു. അതുകൊണ്ട് സന്ദീപിന് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഡയറക്റ്റ് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ, എവിടെ ചർച്ച ചെയ്താലും അത് ലീക്കാവും, അത് സുരേന്ദ്രൻ്റെയും BJPയുടെ ചെവിയിലെത്തും, അത് സീനാവും. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഉദ്ദേശകാര്യം നടക്കില്ല. അതുകൊണ്ട് ഈ ലോക്സഭ ഇലക്ഷന് മുന്നേ തന്നെ, അതായത് പറഞ്ഞില്ലേ, ഒരു 2 വർഷം മുന്നേ സന്ദീപിന് പാർട്ടി നടപടി എടുത്തപ്പോൾ, അതായത് വക്താവ് സ്ഥാനത്ത് നീക്കിയപ്പോൾ തന്നെ സന്ദീപ് കോൺഗ്രസ് നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ
ഇനി ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ, അത് പാർട്ടി വിടുവാണെങ്കിൽ, പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു സ്ഥാനമാനങ്ങളും അങ്ങനെ ഒരു പദവിയും ലഭിച്ചാൽ മാത്രമേ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറുന്നത് ഒരു ചിന്തയാണ് സന്ദീപിനെ അധികം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കാത്തത്. അതുകൊണ്ട് സന്ദീപ് തിരഞ്ഞെടുത്തത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. സന്ദീപ് നിരന്തരം ബാംഗ്ലൂരിൽ യാത്ര ചെയ്തിരുന്നത്. സന്ദീപിൻ്റെ ഒരു വിശ്വസ്തനെ പോലും ഒരാളെയും കൂട്ടാതെ അതിവിശ്വസ്തരോട് പോലും പറയാതെ നിരന്തരം ബാംഗ്ലൂർ യാത്ര ചെയ്തു. അതായത് ഈ അടുത്ത കാലത്ത് ലോക്സഭ ഇലക്ഷന് മുന്നേ തന്നെ നിരന്തരം സന്ദീപ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളുമായി സന്ദീപ് ചർച്ച നടത്തി. അപ്പോൾ സന്ദീപ് ഓഫർ ചെയ്തത് പാലക്കാട് ബൈ ഇലക്ഷനിൽ ആദ്യം സന്ദീപ് ഓഫർ വെച്ചത് ലോക്സഭ ഇലക്ഷന് മുന്നേ പാലക്കാട് 10 കൗൺസിലർമാരും ഒരുപാട് അണികളും നേരെ കോൺഗ്രസിൽ ചേരുമെന്ന ഒരു ഓഫറാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അന്ന് ഡി കെ ശിവകുമാറും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അത് നിരാകരിച്ചു. അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നല്ലൊരു അവസരം വരും, പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അവിടെ. അതിനുശേഷം സുരേന്ദ്രൻ ഈ സന്ദീപ് വാര്യർ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം എവിടെ വരെ പോകും, ഇദ്ദേഹത്തിൻ്റെ കളി എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കളികൾ എന്ന് നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വിശ്വസ്തനെ പോലെ ഒരാളെയും കൂട്ടാതെ അതിരഹസ്യമായാണ് കർണാടകയിലേക്ക് പോകുന്നത്. പക്ഷേ ഒരുപാട് വിവരങ്ങൾ സുരേന്ദ്രനും BJPക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ അവിടെ സന്ദീപിന് പാളി. അതായത് സന്ദീപിൻ്റെ നീക്കങ്ങൾ അതായത് കൺമുമ്പിൽ നിരീക്ഷിക്കാൻ എന്ന് BJP തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപിനെ തന്നെ വയനാട് ലോക്സഭാ ഇലക്ഷനിൽ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ ഇലക്ഷൻ്റെ പൂർണ്ണ ചുമതല സന്ദീപ് വാര്യർക്ക് സുരേന്ദ്രൻ നൽകി. ഇതിന് പിന്നിൽ അമിത്ഷായുടെ ഒരു തീരുമാനം കൂടിയുണ്ട്. അതായത് സുരേന്ദ്രൻ ഇവൻ്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ച് അപ്പോൾ തന്നെ അമിത്ഷാ അറിയിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂട്ടായി എടുത്ത തീരുമാനമാണ് സന്ദീപിനെ സുരേന്ദ്രൻ്റെ ഇലക്ഷൻ്റെ ചുമതല നൽകുക, പൂർണ്ണ ഉത്തരവാദിത്തം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമുന്നിൽ നിരീക്ഷിക്കാൻ 1-2 മാസം സുരേന്ദ്രനും BJPയും വിടാതെ പിന്തുടർന്നു. സന്ദീപിനെ വിടാതെ പിന്തുടർന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു. അപ്പോൾ അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും BJPക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യണം, സന്ദീപ് ഏതുവരെ പോകുന്നതിൽ ഒരു ഐഡിയ ആ സമയത്താണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് BJPക്ക് കിട്ടിയത്. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിയതുകൊണ്ടാണ് സന്ദീപിൻ്റെ എല്ലാ പരിപാടികളും പാളിയത്. അതായത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഡി കെ ശിവകുമാർ, അതായത് പാലക്കാട് ഇലക്ഷനിൽ എന്തായാലും കോൺഗ്രസ് ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ലൈനായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഇലക്ഷൻ 2026 കേരള നിയമസഭാ ഇലക്ഷനിലേക്ക് ഒരു ചൂണ്ടുപലകയായിരിക്കും. ഇതിൻ്റെ ഒരു സെമി ഫൈനലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വഖഫ് വിഷയമുണ്ട്, മുനമ്പം വഖഫ് വിഷയം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസിൽ നിന്ന് അകന്ന് പോയ ഒരു അവസ്ഥയിലാണ്. അതുമാത്രമല്ല ഇവിടെ കോൺഗ്രസ് ഇത്തരം ഒരു സിറ്റുവേഷനിൽ എന്ത് തന്നെയാലും കോൺഗ്രസ് ജയിക്കണമെന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിനും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും ഇവിടുത്തെ സുഡാപ്പികൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് കോൺഗ്രസിന് 2026 അമിതമായ മുസ്ലിം പ്രീണനം നടത്താൻ പറ്റില്ല. അവർക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അതായത് വഖഫ് വിഷയമായിട്ട് ഇപ്പം മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിലെ മുസ്ലിം നേതാക്കളെ ആൾക്കാർ കാണുന്നത് വേറെ കണ്ണിലൂടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. അപ്പോൾ 2026 ഇവർക്ക് പണി കാണും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമിതമായി മുസ്ലിം ലീഗിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരില്ലാതെ കോൺഗ്രസിന് പല സീറ്റുകളും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കൂടെയും വാശിയാണ് എന്തായാലും ഇവിടെ കോൺഗ്രസ് ജയിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി കെ ശിവകുമാർ സന്ദീപ് വാര്യർക്ക് 23 കോടി ഓഫർ ചെയ്തതും കെ പി സി സി വക്താവ് എന്ന ഒരു സ്ഥാനം ഓഫർ ചെയ്തതും ഡി കെ ശിവകുമാറായിരുന്നു. പിന്നെ അതുമാത്രമല്ല സന്ദീപിൻ ഒരു പഞ്ചാരക്കുട്ടനാണ്. സന്ദീപിൻ്റെ സ്വഭാവം വെച്ച് 2 കന്നഡ നടിമാരും സന്ദീപിന് ഓഫർ ചെയ്തു. അതായത് ആ ഡീൽ ഇങ്ങനെയായിരുന്നു. ആദ്യം 2 കോടി, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് പാലക്കാട് ഇലക്ഷന് ആദ്യം തീരുമാനിച്ചത് നവംബർ 13 നവംബർ 10 10 കൗൺസിലർമാരുമായിട്ട് സന്ദീപ് വാര്യർ BJP വിടുന്നു. ഒരുപാട് അണികളായിട്ട് BJP വിടുന്നു, കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. അതായിരുന്നു പ്ലാൻ. അതിനുവേണ്ടി കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം സന്ദീപിൻ്റെ കൂടെ ബാംഗ്ലൂരിലോട്ട് പോയിരുന്നു. അതായിരുന്നു പ്ലാൻ. പക്ഷേ കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് നവംബർ 13 നടക്കേണ്ട ബൈ ഇലക്ഷൻ 20 മാറ്റി. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്ത പ്രകാരം നടന്നില്ല. അതുമാത്രമല്ല ഈ 10 കൗൺസിലർമാരും BJP വിടാൻ തയ്യാറായില്ല. അവിടെയാണ് BJPയുടെ അമിത്ഷായുടെ ചാണക്യതന്ത്രം ഫലിച്ചത്. അതായത് ഇത് മുൻകൂട്ടി കണ്ട് ഇവരെയൊക്കെ BJP നേരിട്ട് സംസാരിച്ച് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ BJP ഉണ്ടാക്കിയെടുത്തു. അതായത് അവർ പാർട്ടി വിടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി. അവിടെയാണ് സന്ദീപിന് പണി പാളിയത്. അതായത് അമിത്ഷായുടെ ആ ചാണക്യ ബുദ്ധിയിൽ സന്ദീപ് വാര്യർക്ക് നഷ്ടപ്പെട്ടത്
20 കോടി എന്തിനാണ് 20 കോടി? സന്ദീപിനെ പോലെ നേതാവിന് 20 കോടി എന്തുകൊണ്ട് കൊടുക്കുന്നു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ കൗൺസിലർമാരെ സെറ്റിൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൗൺസിലർമാർ വരും. പിന്നെ ഇവിടെ കോൺഗ്രസ് ജയിക്കേണ്ടത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാനും റെഡിയായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ അത്രയും ക്യാഷ് ഓഫർ ചെയ്തത്. പക്ഷേ ആദ്യം 2 കോടി കൊടുത്തു. പിന്നെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഇലക്ഷന് ശേഷം 20 കോടി എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. സന്ദീപ് ഒരു കാര്യം മറന്നു, കളിച്ചത് ബി ജെ പിയോട് കളിച്ച ആരും, അതായത് സാക്ഷാൽ നരേന്ദ്രമോദി പോലും എന്താ പറയേണ്ടത്, ഒരാൾക്കാരെ സൈഡ് ലൈൻ ചെയ്ത സ്റ്റോറി നമുക്കറിയാം. ഗുജറാത്തിൽ കേശുഭായ് പട്ടേൽ അവർക്ക് സൈഡ് ലൈൻ ചെയ്ത സ്റ്റോറികളൊക്കെ നമുക്കറിയാം എങ്ങനെയാണെന്നില്ലേ. അതായത് ബി ജെ പിയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുമെന്ന് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ കാണാം.